കെ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്ത് തുടരട്ടെ എന്ന് CPIM. പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു. മന്ത്രിമാറ്റം അനുവദിക്കാത്തതിൽ NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ കടുത്ത അമർഷത്തിലാണ്. തനിക്കെതിരായ നീക്കത്തിന് പിന്നിൽ PC ചാക്കോ ആണെന്ന് മന്ത്രി കെ ശശീന്ദ്രൻ 24നോട് തുറന്നടിച്ചു. CPIM കേന്ദ്ര നേതൃത്വത്തിൽ സമ്മർദ്ദം ചെലുത്തി തോമസ് കെ തോമസിനെ മന്ത്രിസഭയിലെത്തിക്കാൻ NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ കിണഞ്ഞു ശ്രമിക്കുകയായിരുന്നു. NCP ദേശീയ അധ്യക്ഷൻ ശരത് പവാർ അഭ്യർത്ഥിച്ചതനുസരിച്ച് PB കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് CPIM സംസ്ഥാന നേതൃത്വത്തോട് സംസാരിച്ചിരുന്നു. ഇതിനുള്ള CPIM സംസ്ഥാന നേതൃത്വത്തിന്റെ മറുപടിയാണ് തോമസ് കെ തോമസിന്റെ വഴിയടച്ചുകൊണ്ടുള്ള തീരുമാനം. കെ ശശീന്ദ്രനെ മാറ്റേണ്ടെന്ന നിലപാടാണ് പാർട്ടി ദേശീയ നേതൃത്വത്തെ അറിയിച്ചത്. ശശീന്ദ്രനെ മാറ്റുന്നത് ഗുണം ചെയ്യില്ലെന്നാണ് CPIM വിലയിരുത്തൽ. മന്ത്രിസ്ഥാനം ലഭിക്കാൻ ശരത് പവാർ വഴി പാർട്ടി ദേശീയ നേതൃത്വത്തിനുമേൽ സമ്മർദ്ദം ചെലുത്താൻ PC ചാക്കോ ശ്രമിച്ചതിൽ CPIM സംസ്ഥാന നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. തോമസ് കെ തോമസിനെതിരെ MLA-മാരെ കൂറുമാറാൻ കോഴ വാഗ്ദാനം ചെയ്തതടക്കമുള്ള സാമ്പത്തിക ആരോപണങ്ങളുമുണ്ട്. ഇക്കാര്യങ്ങളും മുഖ്യമന്ത്രി ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാനുള്ള നീക്കം പൊളിഞ്ഞതോടെ NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ കടുത്ത പ്രതിരോധത്തിലാണ്. പാർട്ടിയിൽ മന്ത്രിയെ സ്വന്തമായി തീരുമാനിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. ഈ അപമാനകരമായ സ്ഥിതിയിൽ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് ഇരിക്കാൻ താൽപര്യമില്ലെന്നും ചാക്കോ സഹപ്രവർത്തകരെ അറിയിച്ചു. എന്നാൽ മന്ത്രിമാറ്റത്തിൽ ചാക്കോയെ വിമർശിച്ച് കെ ശശീന്ദ്രൻ രംഗത്ത് വന്നു. 5 വർഷത്തിനിടയിൽ മന്ത്രിയെ മാറ്റുന്ന പ്രശ്നമേയില്ല എന്ന് കേരളീയ സമൂഹത്തോട് ഇടയ്ക്കിടെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നത് ശ്രീ PC ചാക്കോ ആയിരുന്നു. അദ്ദേഹത്തിന് ആ നിലപാടിൽ നിന്നും തോമസ് കെ തോമസിനൊരു അവസരം കൊടുക്കണമെന്ന് നിലപാടിലേക്ക് അദ്ദേഹം എത്തി. യഥാർത്ഥത്തിൽ മന്ത്രിക്കെതിരെയുള്ളൊരു കുറ്റപത്രം തയ്യാറാക്കുന്ന യോഗമായി മാറിപ്പോയോ എന്ന് പലർക്കും സംശയമുണ്ടാക്കത്തക്ക വിധത്തിലാണ് അത് പറഞ്ഞത്. മന്ത്രിമാറ്റം നടന്നില്ലെങ്കിൽ പ്രതിഷേധ സൂചകമായി കെ ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് പിൻവലിക്കാൻ PC ചാക്കോ വിഭാഗം ആലോചിക്കുന്നുണ്ട്. ഇതിനായി ശരത് പവാറിന്റെ അനുമതിക്കായി കാത്തിരിക്കുകയാണ്. 24 തിരുവനന്തപുരം.